നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലമ്പുഴ മണ്ഡലത്തിൽ ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷിനെ തന്നെ മത്സരിപ്പിക്കുന്നുള്ളതായിരുന്നു കോൺഗ്രസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. സുരേഷിനെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും നാളെ പുതിയുഗ യാത്ര പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര പാലക്കാട്ടേക്ക് എത്തും. ഈ സമയത്ത് സുരേഷ് ഈ യാത്രയുടെ ഭാഗമായി കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതായാലും സുരേഷ് തന്നെ ഇപ്പോൾ നമുക്കൊപ്പം മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും കോൺഗ്രസിൻ്റേത് അല്ലെങ്കിൽ UDF-ൻ്റേത് എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അല്ല, അത് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യം അവർ നേരത്തെ എന്നോട് സംസാരിച്ചാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അവരോടൊരു മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. ഇന്നലെ പുതിയുഗ യാത്ര ഇവിടെ ജില്ലയിൽ പ്രവേശിക്കുന്നുണ്ട്. ഇന്നും നാളെയായിട്ട് അതിൽ താങ്കൾ പങ്കെടുക്കണമെന്ന് ഔദ്യോഗികമായിട്ട് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ആലോചിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. KPCC നേതാക്കൾ തന്നെയാണോ ആവശ്യപ്പെട്ടത്? പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് സംസാരിച്ചത്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരെന്നോട് സംസാരിച്ചത് സ്വതന്ത്രമായിട്ട് സുരേഷിൻ്റെ നിലപാടിനോടൊപ്പം തന്നെ നിൽക്കാം, ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അതായത് പാലക്കാട്ടേക്ക് ഈ യാത്ര എത്തുമ്പോഴായിരിക്കും ഈ യാത്രയിൽ പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം അവർ മുന്നോട്ട് അല്ല, അവർ പറഞ്ഞത് ഇന്നും നാളെയും ജാഥ പാലക്കാടുണ്ട്, ഏതെങ്കിലും സ്ഥലത്ത് സ്വീകരണ കേന്ദ്രങ്ങളിൽ താങ്കളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്വതന്ത്ര നിലപാടെടുത്ത് സുരേഷ് നിൽക്കാമെന്ന് പറയുമ്പോൾ അതിനൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നത് കോൺഗ്രസിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുരേഷ് മലമ്പുഴ മണ്ഡലത്തിലേക്ക് എത്തും എന്ന് തന്നെ വേണേ. അല്ല, സ്ഥാനാർത്ഥിത്വം ഞാനല്ല പറയേണ്ടത്. ഈ ചർച്ച നടത്തിയെന്നുള്ള വാസ്തവമാണ്. സ്ഥാനാർത്ഥിത്വം പറയേണ്ടത് UDF-ൻ്റെ നേതാക്കളാണ്. അതായത് സുരേഷ് കുറച്ച് സമയം പാർട്ടിക്ക് മുന്നിൽ CPM-ന് മുന്നിൽ വെച്ചിരുന്നു. കാരണം അപ്പീലുകൾ നൽകിയിട്ടും അംഗീകരിക്കാത്ത പാർട്ടി, അത് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റും പ്രതികരണങ്ങളെല്ലാം നടത്തിയത്. പക്ഷേ എന്നിട്ടും പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള മറുപടിയുമില്ല, ഒരു ഇടപെടലും വന്നില്ല എന്നുകൊണ്ടാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്? 13 കൊല്ലമായിട്ട് ഞാൻ പാർട്ടിയിൽ പുറത്താണ്. ഞാൻ വേറൊരു പാർട്ടിയിൽ ഇതുവരെ പോയിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. എൻ്റെ ഇടതുപക്ഷ നിലപാട് ഇപ്പോഴും തുടരുകയാണ്, നാളെയും തുടരും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള നിലപാടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 13 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ പാർട്ടി സംഘടനാ രീതി അനുസരിച്ച് പല അപ്പീലുകളും പല നേതാക്കൾക്കും കൊടുത്തിരുന്നു, അവരെ നേരിട്ട് സമീപിച്ചിരുന്നു. ഇനി യാതൊരു മറുപടിയും അതിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യനെ സംബന്ധിച്ച് വൈയക്തികമായിട്ടൊരു ഇൻസൾട്ടിംഗ് ആണത്. എന്തുകൊണ്ടായിരിക്കും ഈ കോൺഗ്രസ് മലമ്പുഴയിലേക്ക് തന്നെ പരിഗണിക്കുന്നത്? VS-ൻ്റെ കൂടെ ഒരുപാട് കാലം മലമ്പുഴയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും. അല്ല, മലമ്പുഴ സ്വാഭാവികമായിട്ട് വൈകാരികമായൊരു മണ്ഡലമാണ്. എന്നെ സംബന്ധിച്ച് VS-ന് മുമ്പ് തന്നെ ഒരു മന്ത്രിയുടെ PA ആയിട്ട് ഞാൻ മലമ്പുഴയിൽ നിന്നും ജയിച്ച ധനകാര്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. മലമ്പുഴ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവരെന്നോട് സംസാരിച്ചത് മലമ്പുഴയെക്കുറിച്ചാണ്. മലമ്പുഴയിൽ നിൽക്കുകയാണെങ്കിൽ വിജയം എന്ന ഒരു ചിന്ത ഉണ്ടോ? അത് സംസാരിച്ചിരുന്നു കൂടുതൽ നേതാക്കളുമായി, അല്ലെങ്കിൽ അവിടുത്തെ സൗഹൃദ ബന്ധം ചെറുതല്ല വലുത് തന്നെയാണ് സുരേഷ്? ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന വാർത്തകളല്ലാതെ ഒരാളോട് ഞാൻ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന വിഷയം പറയേണ്ടത് UDF നേതാക്കളാണ്, ഞാനല്ല. അങ്ങനെയാണെങ്കിൽ UDF-ലേക്ക് ചേക്കേറുമെന്ന രീതിയിൽ നമുക്കൊരു 99% ഉറപ്പിക്കാം. അല്ല, അവരെന്നോട് സംസാരിച്ചു, വാസ്തവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജാതിയിലേക്കും ക്ഷണിച്ചിട്ടുണ്ട്. അതെന്ത് വേണമെന്ന് ഞാൻ പിന്നീട് ആലോചിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. നാളെ കാണാം എന്നുള്ളതാണോ? അല്ല, ഞാൻ നാളെ ഇവിടെ ഉണ്ടാവുമല്ലോ, പ്രതീക്ഷിക്കാം. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ആലോചനയിലാണ്. അവർ ക്ഷണിച്ചു, സ്വാഭാവികമായിട്ടും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ടാണ് ക്ഷണിച്ചത്, ആലോചിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇനിയൊരു ഇടപെടൽ CPM-ൻ്റെ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, പ്രതീക്ഷയില്ല. അത്തരത്തിലൊരു പ്രതീക്ഷ ഞാൻ പണ്ടേ വിട്ട കേസാണ്. അത് വെച്ചാൽ ഇത്രയും 13 കൊല്ലമായല്ലോ, നിങ്ങൾക്കറിയാലോ. ഞാൻ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണ്, അനുഭവം നിലയ്ക്ക്. ഏത് സ്ഥലത്ത്, ഇപ്പോൾ കേരളത്തിലെ ഏത് ഭാഗത്ത് ഞാൻ ഉണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാ നേതാക്കളായിട്ടും സൗഹൃദം ഉള്ള ആളാണ്. ഇപ്പോഴും ആ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സുരേഷ് ഇങ്ങനെ കോൺഗ്രസിലേക്ക് നീങ്ങുമെന്ന് പറയുമ്പോൾ തന്നെ VS-ൻ്റെ പേരും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പല രീതിയിലുള്ള കമൻറ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് ഞാൻ ചേരുന്നില്ലല്ലോ, ഞാൻ ഒരു പാർട്ടിയും ചേരാൻ തയ്യാറല്ല. എൻ്റെ ഒരു ഇടതുപക്ഷ മനസ്സാണ്, അത് തുടരും എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ, പാലക്കാട്.